Dear students, last class we Green's theorem discuss Green's theorem രണ്ട് form discuss tangential form അല്ലെങ്കിൽ circulation curl form എന്ന് പറയുന്നത് circulation is given by the double integral of circulation density എന്ന് പറയുന്ന theorem ആണ് circulation curl form or tangential form. Circulation is actually the integral of the tangential components of the velocity field, so it is also known as the tangential form of Green's theorem. And the other is normal form, which gives the flux as a double integral. Flux is nothing, there is a flux is given by the integral of flux density എന്ന് പറയുന്ന ഫോം ആണത് ഗ്രീൻസ് തിയറത്തിന്റെ നോർമൽ ഫോം അല്ലെങ്കിൽ ഫ്ലക്സ് ഡൈവേർജൻസ് ഫോം എന്ന് പറയുന്നത്. സോ ദാറ്റ് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഡൈവേർജൻസ് ഓഫ് എഫ് ആണ്. സോ ഫ്ലക്സ് കണ്ടുപിടിക്കുന്ന ലൈൻ ഇന്റഗ്രൽ നോർമൽ കമ്പോണൻസ് ഓഫ് എഫിന്റെ ലൈൻ ഇന്റഗ്രൽ ആണ് എന്ന് പറയുന്നത് സെയിം ആസ് ദി ഡബിൾ ഇന്റഗ്രൽ ഓഫ് ദി ഡൈവേർജൻസ് ഓഫ് എഫ്. അതായത് ഡെൽ ഡോട്ട് എഫിന്റെ ഡബിൾ ഇന്റഗ്രലും ഇതും ഈക്വൽ ആണെന്ന് പറയുന്നതാണ് ദാറ്റ് ഫോം ഓഫ് ഗ്രീൻസ് തിയറം. ആൻഡ് സർക്കുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്ന കെ കമ്പോണന്റ് ഓഫ് കേൾ എഫ് അല്ലെങ്കിൽ നോർമൽ കമ്പോണന്റ് ഓഫ് കേൾ എഫിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ സർക്കുലേഷൻ കിട്ടും എന്ന് പറയുന്നതാണ് സർക്കുലേഷൻ കേൾ ഫോം അല്ലെങ്കിൽ ടാൻജൻഷ്യൽ ഫോം ഓഫ് ഗ്രീൻസ് തിയറം. നമ്മൾ ഈ തിയറം ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമ്മൾ ഇതിന്റെ പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ ഇതിന് പല 3 ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് വെരിഫൈ ഗ്രീൻസ് തിയറം എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിലൊരു പ്രോബ്ലം നോക്കാം. സോ ദ പ്രോബ്ലം ഇസ് വെരിഫൈ ഗ്രീൻസ് തിയറം. Verify Green's theorem for the field capital F is equal to x minus yi plus xj in the region R bounded by the unit circle bounded എന്നാണ് ഇത്, ഞാൻ ഷോർട്ട് ആയിട്ട് എഴുതിയതാ. bounded by the unit circle x square plus y square equal to 1 അല്ലെങ്കിൽ ഇവിടെ പാരാമീറ്ററൈസേഷൻ തന്നിട്ടുണ്ട്. പാരാമെട്രിക് വെക്റ്റർ ഫംഗ്ഷൻ r of t is equal to cos ti. പാരാമീറ്ററൈസേഷൻ തന്നിട്ടില്ലെങ്കിലും നമുക്ക് പാരാമീറ്ററൈസ് ചെയ്യാം, കാരണം സർക്കിൾ എന്ന് പറയുന്നത് എലിപ്സിന്റെ ഒരു പർട്ടിക്കുലർ കേസ് ആയിട്ട് എടുത്താൽ മതി. സോ എ കോസ് ടി ബി സൈൻ ടി എന്ന് പറഞ്ഞിട്ട് പാരാമീറ്ററൈസ് ചെയ്യാം, വേർ എ ഈസ് ഈക്വൽ ടു ബി ഈസ് ഈക്വൽ ടു 1 ഫോർ ദി യൂണിറ്റ് സർക്കിൾ. സോ ഹിയർ ഇറ്റ് ഇസ് ഗിവൻ, ഇങ്ങനെ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് ദി പ്രോബ്ലം വെരിഫൈ ഗ്രീൻസ് തിയറം. അപ്പൊ നമുക്കറിയാം ഗ്രീൻസ് തിയറത്തിന് 2 ഫോം ഉണ്ട്. 2 ഫോമും എന്ത് ചെയ്യേണ്ടി വരും, ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. എന്നിട്ട് 4 ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും അല്ലെ. 2 ലൈൻ ഇന്റഗ്രലും 2 ഡബിൾ ഇന്റഗ്രലും ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ഈ 2 ഫോംസും എന്താണെന്ന് ഒന്ന് അങ്ങോട്ട് എഴുതാം. എന്താ ഗ്രീൻസ് തിയറത്തിന്റെ 2 ഫോമും ഒന്ന് എഴുതാം. എന്തൊക്കെയാണ്? ഫ്ലക്സ് ഡൈവേർജൻസ് ഫോം ഓഫ് ഗ്രീൻസ് തിയറം നമ്മളിവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. കോപ്പി പേസ്റ്റ്. ആൻഡ് പിന്നെ പറയുന്നത് സർക്കുലേഷൻ കേൾ ഫോം ഓഫ് ഗ്രീൻസ് തിയറം. അത് രണ്ടും ഒന്നിവിടെ എഴുതാം. സോ ഇതാണ് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത്. പ്രോബ്ലത്തിൽ ഇത് രണ്ടും ആദ്യം എന്താ പ്രൂവ് ചെയ്യേണ്ടതെന്നൊന്ന് എഴുതിയേക്കുക. സോ ദിസ് ഇസ് ദി ഫ്ലക്സ് ഡൈവേർജൻസ് ഫോം ഓഫ് ഗ്രീൻസ് തിയറം and this is the circulation curl form of Green's theorem. ആദ്യം നമുക്ക് ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം അല്ലെ. രണ്ടിന്റെ ലൈൻ ഇന്റഗ്രൽ ഓവർ സി എം ഡി വൈ മൈനസ് എൻ ഡി എക്സും എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ, ഈ 2 ലൈൻ ഇന്റഗ്രൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്. ഒരു ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മുടെ മനസ്സിലുണ്ടല്ലോ എങ്ങനെയാണ് ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണേ. ഒരു ഇന്റഗ്രൽ ഓഫ് സം ഫംഗ്ഷൻ ഓഫ് 3 വേരിയബിൾസ് ഓവർ എ കർവ് സി ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം തന്നെ നമ്മൾ കർവ് സിനെ പാരാമീറ്ററൈസ് ചെയ്യും. എന്നിട്ട് എക്സിനെ വൈനെ ഇസഡിനെ ഒക്കെ ടിയുടെ ടേംസിൽ എഴുതും അല്ലെ, ടിയുടെ ടേംസിൽ എഴുതും. പിന്നെ ഡി എസ് എന്നുള്ളതിനെ ഇപ്പൊ ഇവിടെ നമുക്ക് ഓൾറെഡി ഡി എക്സ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്, എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ. അപ്പൊ ഡി എക്സ് എന്നുള്ളതിനൊക്കെ ടിയുടെ ടേംസിൽ എഴുതും.
dy നെ ടിയുടെ ടേംസിൽ എഴുതുക, എല്ലാം പാരാമീറ്ററിന്റെ ടേംസിൽ എഴുതിയിട്ട് പാരാമെട്രിക് ഇന്റർവെല്ലിൽ നമ്മൾ ആസ് യൂഷ്വൽ ഒരു ഇന്റർവെല്ലിൽ ഇന്റഗ്രേഷൻ പോലെ ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്. ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്? സോ ഫസ്റ്റ് വി റൈറ്റ് വാട്ട് ഇസ് എഫ്. എന്താ വേണ്ടേ? എമ്മും എന്നും ആണല്ലോ ആദ്യം വേണ്ടേ. സോ വാട്ട് ഇസ് എഫ് ഹിയർ? എഫ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഐ പ്ലസ് എക്സ് ജെ അല്ലേ? ക്വസ്റ്റ്യൻ അതല്ലേ? എക്സ് മൈനസ് വൈ ഐ പ്ലസ് എക്സ് ജെ. ഓക്കെ, അത് എഴുതുന്നു. സോ വാട്ട് ഇസ് എം? സോ യു ഹാവ് എം ഇസ് the I component of f, x minus y, and n is x. Okay, ഇനി curve C എഴുതുന്നു. What is curve C? Given that curve C is the unit circle r of t is equal to cos t I plus sin t j, നമുക്ക് ഓർമ്മയുണ്ട്, where t varies from 0 to 2 pi. So on this curve C, you can write x and y in terms of the parameter. On the curve C, what is x? You can write x is cos t, y is sin t. So you can write what is dx minus sin t dt. What is dy? cos t dt. ഇനി എന്തൊക്കെ വേണ്ട? എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ എം തന്നെ വേണം. എം എന്താ? എക്സ് മൈനസ് വൈ, എൻ എക്സ്. ഓക്കെ, വാട്ട് ഇസ് എം? എക്സ് മൈനസ് വൈ. വാട്ട് ഇസ് എക്സ്? cos t minus sin t. Okay, is equal to cos t minus sin t. And what is n? n is x, I think. Okay, x. What is x? cos t. So എല്ലാം കിട്ടി. Then we integrate. രണ്ടിലെ ലൈൻ ഇന്റഗ്രൽ നമുക്ക് അങ്ങനെ വാലുവേറ്റ് ചെയ്തേക്കാം. അവസാനം നമുക്ക് ഈക്വൽ ആണെന്ന് കാണിച്ചാൽ മതിയല്ലോ. ഫസ്റ്റ് എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈയും ചെയ്യാനുണ്ട്, രണ്ടും ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഇന്റഗ്രൽ ഇന്റഗ്രൽ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ, ഇന്റഗ്രൽ ഓവർ സി എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ. വാട്ട് ഇസ് ഇറ്റ്? ഇന്റഗ്രൽ parameter varies from 0 to 2 pi, t varies from 0 to 2 pi. M, what is M? Cos t minus sin t dx. What is dx? Dx is minus sin t dt plus n. What is n? Cos t dy. What is dy? Cos t dt. ഇനി ഇതിനൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മാത്രം മതി. This is integral 0 to 2 pi minus sin t cos t minus minus plus sin square t plus cos square t dt. So you have sin square t plus cos square t, which is 1. So you get 0 to 2 pi minus sin t cos t. Sin t cos t, 2 sin t cos t is sin 2t. So this is sin 2t divided by 2. Okay, plus sin square t plus cos square t is 1. So you have to integrate this with respect to t. So minus 1 by 2 is taken outside. Integral of sin 2t is cos 2t minus cos 2t divided by 2. Integral of sin 2t is minus cos 2t divided by the derivative of 2t, which is 2. Within the limit 0 to 2 pi. Plus integral of 1, it is t, within the limit 0 to 2 pi. Okay, these values substitute ചെയ്തുകഴിഞ്ഞാൽ ആൻസർ കിട്ടും. മൈനസ് കോസ് 2t, cos 2 times 2t അല്ലേ, cos 4t, 4 pi divided by 2 minus cos 0 divided by 2. Okay, plus t within the limit 0 to 2 pi, 2 pi minus 0. So what will you get? This is equal to minus 1 by 2 into cos 4 pi. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. എന്താണ്? സൈൻ ഇവിടെ എഴുതാം അല്ലേ, ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്. സൈൻ n pi is 0 for every integer n. And what is cos n pi? Cos n pi is minus 1 raised to n.
ഓർമ്മയുണ്ടോന്ന് അറിയില്ല. Cos pi is minus 1. Cos 2 pi is 0. Cos 2 pi is 1. Cos 3 pi is again minus 1. Cos 4 pi is 1. Okay. So ഇതൊന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് ഇവിടെ എഴുതാം. എന്ത്? Cos 4 pi. Cos 4 pi is 1. So you can write this as minus 1 by 2 minus cos 0. Cos 0 is again 1. Minus വേണമെങ്കിൽ പ്ലസ് ആക്കാം. നിർബന്ധമൊന്നുമില്ല. അങ്ങനെ തന്നെ എഴുതിയാലും മതി. മൈനസ് cos 0 is 1 by 2 plus ബാക്കി എന്താ ഉള്ളത്? 2 pi minus 0. 2 pi. So you will get minus 1 by 2 into minus 1 by 2 plus 1 by 2. 0 അല്ലേ? അപ്പോൾ ഇത് എഴുതണ്ടല്ലോ. Minus 1 by 2 into 0 plus 2 pi. So you will get 2 pi. 2 pi. ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 2 pi ആണ്. ഇനി അടുത്ത ഇൻ്റഗ്രൽ എന്താ നമ്മളിപ്പോൾ ചെയ്തേ? ഇൻ്റഗ്രൽ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ വാലുവേറ്റ് ചെയ്തു. ഓക്കെ, നമുക്കതിൻ്റെ തന്നെ അടുത്ത ലൈൻ ഇൻ്റഗ്രൽ മറ്റേ ഫോമിന് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ നേരം നമുക്ക് ഇൻ്റഗ്രൽ എന്ത് വേണം? എം ഡി വൈ മൈനസ് എൻ ഡി എക്സ് വാലുവേറ്റ് ചെയ്യേണ്ടി വരും. അതും കൂടെ ചെയ്തേക്കാം. എം ഡി വൈ മൈനസ് എൻ ഡി എക്സ്. വാട്ട് ഇസ് ഇറ്റ്? ഇൻ്റഗ്രൽ ഓവർ സി. ഹിയർ the parameter t varies from 0 to 2 pi. What is m? ഓർമ്മയുണ്ടോ? x minus y ആയിരുന്നു. cos t minus sin t. x minus y. dy എന്തായിരുന്നു? y എന്തായിരുന്നു? sin t. ഓക്കെ, ഇരിക്കുക വേണമെങ്കിൽ. what is dy? cos t dt. cos t dt. okay. cos t dt. minus n. what is n? cos t. dx minus sin t dt into minus sin t dt. Okay, so this is the integrand, which is equal to integral 0 to 2 pi. Multiply all cos t into cos t, cos square t minus sin t cos t minus plus sin t cos t dt. So you can cancel sin t cos t. Minus sin t cos t is there, plus sin t cos t is there. കട്ട് ചെയ്ത് കളയാം. ബാക്കി cos square t. cos square t നെ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക? cos square t. cos square t നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള വഴി, എളുപ്പ വഴി, you can use cos 2t. the formula use ചെയ്യാം. cos 2t is cos square t minus sin square t, or in terms of cos t നിങ്ങൾക്ക് sin square t നെ 1 minus cos square t എന്ന് എഴുതാവുന്നതുകൊണ്ട് you can write this as 2 cos square t minus 1. so that cos square t is 1 plus cos 2t by 2. ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്താൽ മതി. ഓക്കെ, 1 plus cos 2t by 2. so you can use this here. cos square t is 1 plus cos 2t by 2. so when you integrate, ആദ്യം 1 by 2 അല്ലേ? 1 by 2 നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ 1 by 2 can be taken outside. integral 0 to 2 pi 1 plus cos 2t. so you will get 1 by 2 times integral of 1. integral of 1 is t. 0 to 2 pi plus integral of cos 2t is sin 2t by 2. sin 2t divided by the derivative 2 within the limit 0 to 2 pi. Okay. So limits കൊടുത്താൽ you will get 1 by 2 outside. t within the limit 0 to 2 pi, you will get 2 pi minus 0 plus sin 2t by 2 within the limit 0 to 2 pi. then you will get sin 4 pi by 2. sin 4 pi ഒക്കെ 0 ആണ്. sin n pi is 0 for any n. so ഇത് എഴുതണമെന്നൊന്നുമില്ല. you can write 0 here. 0 minus 0 എന്ന് എഴുതാം. ഞാൻ വെറുതെ എഴുതിയെന്നുള്ളൂ, അത് ഒഴിവാക്കാൻ വേണമെങ്കിൽ. 2 pi plus 0 minus 0. okay,
So you'll get 1 by 2 into 2 pi, which is pi. അപ്പോൾ രണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സും രണ്ട് ലൈൻ ഇൻ്റഗ്രൽസും നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇൻ്റഗ്രൽ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈയും കണ്ടു, ഇൻ്റഗ്രൽ എം ഡി വൈ മൈനസ് എൻ ഡി എക്സും കണ്ടു. പണി കഴിഞ്ഞിട്ടില്ല, പകുതി പണിയായിട്ടുള്ളൂ. നമ്മളിനി എന്ത് ചെയ്യണം? ഡബിൾ ഇൻ്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യണം. ഡബിൾ ഇൻ്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. ഓർമ്മയില്ലെങ്കിൽ പറഞ്ഞുതരാം. സോ ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ ഓർമ്മയില്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക. ഒരു എക്സ് വൈ പ്ലെയിനിൽ ഒരു റീജിയൻ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ, എക്സ് വൈ പ്ലെയിനിൽ ഒരു റീജിയൻ, ഫോർ എക്സാമ്പിൾ ഒരു റെക്റ്റാങ്കിൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ, അപ്പം നിങ്ങൾ ആലോചിക്കുക എങ്ങനെയാണ് ഇതിനെ ഇൻ്റഗ്രേറ്റ്. ഇതാണ് റീജിയൻ എന്ന് വിചാരിക്കും. ഞാനിത് റെക്റ്റാങ്കിൾ ആണ് ഉദ്ദേശിക്കുന്നത്. ഈ റീജിയനിൽ നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് തരത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഒന്നുകിൽ നിങ്ങളൊരു വേർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കുക, ഓക്കെ. ഈ വേർട്ടിക്കൽ സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നിങ്ങളൊരു ലൈൻ സെഗ്മെന്റിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണ പോലെയാണ്. ദിസ് ഇസ് ഇക്വലന്റ് ടു ഇൻ്റഗ്രേഷൻ ഓവർ ആൻ ഇന്റർവെൽ. ഓക്കെ, അതിനുശേഷം ഈ ലൈൻ സെഗ്മെന്റിനെ അല്ലെങ്കിൽ ഈ വെർട്ടിക്കൽ സ്ട്രിപ്പിനെ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടം വരെ ഇങ്ങനെ മൂവ് ചെയ്യിപ്പിച്ചാൽ ഈ ഒരു റീജിയൻ കവർ ചെയ്യും. എനിക്ക് പറഞ്ഞാൽ മനസ്സിലായെന്നറിയില്ല. ഞാനൊരു കേർവ് പറയാം. ഫോർ എക്സാമ്പിൾ ഒരു കേർവ് പറയാം. സേ y is equal to x square. y is equal to x square എന്നുള്ള കേർവ് 0 0 തുടങ്ങി 1 വരെ 1 1 എന്നുള്ള പോയിന്റ് വരെ ഈ ഒരു റീജിയൻ ആണ് നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കും. ഈ ഒരു റീജിയൻ. ഓക്കെ, എങ്കിൽ നിങ്ങൾ ആദ്യം തീരുമാനിക്കുക ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പാണോ ഹൊറിസോണ്ടൽ സ്ട്രിപ്പാണോ എടുക്കാൻ പോണേന്ന് തീരുമാനിക്കുക. അപ്പൊ ആദ്യം നിങ്ങൾ ഈ കേർവിന്റെ ഇക്വേഷൻ, ഈ കേർവ് ഞാൻ എന്താ എടുത്തത്? y is equal to x square എന്നുള്ള കേർവ് ആണ് എടുത്തിരിക്കുന്നത്. y is equal to x square, ഇതാണ് ആ കേർവ്. ഇതിൽ ഞാനൊരു സപ്പോസ് വേർട്ടിക്കൽ സ്ട്രിപ്പ് എടുത്താണ് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഒരു വേർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കുകയാണ്. ഈ വേർട്ടിക്കൽ സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇവിടെ എക്സ് കോർഡിനേറ്റ് ഇവിടെ എന്തോ ഒരു വാല്യൂ ഉണ്ട്, ഒരു പെർട്ടിക്കുലർ എക്സ്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ എക്സ് അല്ലെങ്കിൽ എക്സ് നോട്ട് ഏതെങ്കിലും ആയിക്കോട്ടെ. ഒരു പെർട്ടിക്കുലർ എക്സിന് എക്സ് ഇസ് ഫിക്സ്ഡ് ഹിയർ. എക്സ് കോർഡിനേറ്റ് ഈ സ്ട്രിപ്പിലെ എല്ലാ പോയിന്റ്സിൻ്റെയും എക്സ് കോർഡിനേറ്റ് സെയിം ആണ്. വൈ കോർഡിനേറ്റ് വേരി ചെയ്യുന്നുണ്ട്. വൈ കോർഡിനേറ്റ് ഇവിടുത്തെ പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് 0 ആണെങ്കിൽ ഇവിടുത്തെ പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് എന്താണ്? ഇത് എക്സ് നോട്ട് ആണെങ്കിൽ ഇത് ഈ കേർവ് y is equal to x square ആയതുകൊണ്ട് ഇവിടുത്തെ പോയിന്റിന്റെ കോർഡിനേറ്റ് എക്സ് നോട്ട് സ്ക്വയർ ആണ്. ഓക്കെ, ഞാനൊരു ആർബിട്രറി പോയിന്റ് എക്സ് എന്നാണ് എടുക്കണമെങ്കിൽ ഞാൻ ഇവിടെ എടുക്കുന്ന പോയിന്റ് എക്സ് എന്നാണെങ്കിൽ എക്സ് എന്നുള്ളത് ഫിക്സ്ഡ് ആണ്. ഈ സ്ട്രിപ്പിൽ എക്സ് ഇസ് ഫിക്സ്ഡ് ബട്ട് വൈ വേരീസ് ഫ്രം ദിസ് പോയിന്റ് എന്ന് വെച്ചാൽ 0 ടു ദിസ് പോയിന്റ്. ഈ പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് ഈ പോയിന്റ് ഏതാണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. y is equal to x square ആയതുകൊണ്ട് എക്സ് എന്നുള്ള എക്സ് കോർഡിനേറ്റ് വരുമ്പോൾ വൈ കോർഡിനേറ്റ് എക്സ് സ്ക്വയർ ആണ്. സോ അറ്റ് ദിസ് പോയിന്റ് യു ഹാവ് എക്സ് സ്ക്വയർ. ഇവിടെ എക്സ് ആണെങ്കിൽ if this is x, this is x square. Okay, so y varies from 0 to x square. So you write to get the strip. ഈ സ്ട്രിപ്പിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ for a particular x ഈ സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ for a particular x y തുടങ്ങി y varies from, when you integrate y from 0 to x square,
y is equal to 0 to x square vary ചെയ്യുമ്പോൾ you will get that strip, vertical strip. ഇനി x ഞാൻ ആർബിട്രറി ആയിട്ട് എടുത്തത് ഫോർ എ പെർട്ടിക്കുലർ എക്സ് ആണ്. ഫോർ എ പെർട്ടിക്കുലർ എക്സ് y വേരീസ് ഫ്രം 0 to x square കൊടുക്കുമ്പോൾ you will get the strip. ഇനി ഞാൻ ഈ എക്സിനെ വേരി ചെയ്യിക്കുവാണ്. x ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ സ്ട്രിപ്പിന് പകരം 0 to x square എന്നുള്ള സ്ട്രിപ്പിന് പകരം you get a single point 0 0. വേറൊരു എക്സ് ഇവിടുത്തെ എടുക്കുമ്പോൾ യു ഗെറ്റ് ദിസ് സ്ട്രിപ്പ്. ഇവിടുത്തെ ഈ എക്സ് ഇവിടുത്തെ ഒരു വാല്യൂ ചെയ്യുന്നതാണ് കൊടുക്കണമെങ്കിൽ ഈ സ്ട്രിപ്പ് കിട്ടും. ആസ് വൈ വേരീസ് ഫ്രം 0 to a square and x is equal to a, you will get the strip. ആൻഡ് ഇവിടുത്തെ ഒരു വാല്യൂ കൊടുക്കുമ്പോൾ ഈ സ്ട്രിപ്പ് കിട്ടും. ഇങ്ങനെ ഈ എക്സ് 0 തുടങ്ങി ഇവിടം വരെ വേരി ചെയ്യുമ്പോൾ ഈ പറഞ്ഞ റീജിയൻ മുഴുവൻ ഈ വെർട്ടിക്കൽ സ്ട്രിപ്സ് വെച്ചിട്ട് കവർ ആവും. ഓക്കെ, സോ ഇവിടം വരെയുള്ള ഈ റീജിയൻ കിട്ടാനായിട്ട് എക്സ് ആദ്യം നമ്മളൊരു സ്ട്രിപ്പിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഫോർ എ ഫിക്സ്ഡ് എക്സ് വൈ വേരീസ് ഫ്രം 0 to x square, then you get that vertical strip. Now you vary this vertical strip, that is x, from this point, ഇവിടെ x എന്താണ് 0, from to this point, ഇവിടെ x എന്താണ് 1 1 ആയതുകൊണ്ട് this is 1. ഇനി ഈ ഫംഗ്ഷൻ ഏത് ഫംഗ്ഷനാണോ നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോണേ ആ ഫംഗ്ഷനെ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ആക്ച്വലി നിങ്ങൾ ഈ ഫംഗ്ഷനെ ഈ റീജിയനിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യണേ. എഫ് ഓഫ് എക്സ് വൈ എന്ന് എഴുതിയിട്ടില്ല, ജസ്റ്റ് ഡി എക്സ് ഡി വൈ എന്ന് എഴുതുവാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്നുള്ള ഫംഗ്ഷനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ആക്ച്വലി യു ആർ ഗെറ്റിംഗ് ദ ഏരിയ ഓഫ് ദ റീജിയൻ, ദിസ് ഷെയ്ഡഡ് റീജിയൻ അണ്ടർ ദ കർവ് y is equal to x square above the x axis in between x equal to 0 and x equal to 1. ഈ ഒരു റീജിയന്റെ ഏരിയ ആണ് കിട്ടുന്നത്. അല്ലെങ്കിൽ ഇഫ് യു ഹാവ് ടു ഇന്റഗ്രേറ്റ് എ ഫംഗ്ഷൻ എഫ് ഓൺ ദിസ് റീജിയൻ, ഇതാണ് ഒരു വഴി, വെർട്ടിക്കൽ സ്ട്രിപ്പ് വെച്ചിട്ടുള്ള വഴി. ഇത് ചെയ്യുന്ന പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എടുത്തിട്ട് വേണമെങ്കിലും ചെയ്യാം. അതായത് ഒരു ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എടുക്കുന്നു. ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ സ്ട്രിപ്പിലെ എല്ലാ പോയിന്റ്സിന്റെയും y കോർഡിനേറ്റ് സെയിം ആണ്. സോ ദാറ്റ് ഇസ് വെൻ കീപ്പിംഗ് y fixed, you are keeping y fixed and you are varying x. So if you keep y fixed and vary x from എവിടെ തുടങ്ങി എവിടെ വരെ വേരി ചെയ്യണം, ഈ പോയിന്റ് തുടങ്ങി ഈ പോയിന്റ് വരെ വേരി ചെയ്യണം. ഏത് സ്ട്രിപ്പ് എടുത്താലും ഒരു പെർട്ടിക്കുലർ വൈക്ക് ഇത് ഏതാണ്, ഇത് y ആണെങ്കിൽ ഈ പോയിന്റ് ഏതാണ്, ഈ പോയിന്റ് y is equal to x square എന്നുള്ള കേർവിലെ പോയിന്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏത് വരും, y കോർഡിനേറ്റ് y ആണെങ്കിൽ x കോർഡിനേറ്റ് റൂട്ട് y വരും അല്ലെ, റൂട്ട് y എന്നുള്ള പോയിന്റ് ആണിത്. ഓക്കെ, സോ ഇഫ് യു വേരി x is varying, x varies from this point, ഈ പോയിന്റിന്റെ x കോർഡിനേറ്റ് that is root y to this point, ഈ പോയിന്റിന്റെ വാല്യൂ എന്താ 1 അല്ലെ. അപ്പൊ റൂട്ട് y തുടങ്ങി 1 വരെ വേരി ചെയ്തു. അപ്പോൾ ഈ ഒരു ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് കിട്ടി. ഇനി ഈ ഹൊറിസോണ്ടൽ സ്ട്രിപ്പിനെ ഇവിടം തുടങ്ങി എന്ന് പറഞ്ഞാൽ y is equal to 0 ആവുമ്പോൾ ഈ വലിയ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് ആണ് ആക്ച്വലി കിട്ടുക. റൂട്ട് y to 1 x വേരി ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 0 to 1 ഉള്ള സ്ട്രിപ്പ് കിട്ടും. സോ y ഈ ഹൊറിസോണ്ടൽ സ്ട്രിപ്പിനെ ഇനി നമ്മൾ y equal to 0 തുടങ്ങി ഇവിടം വരെ വേരി ചെയ്യണം. ഇതേതാണ് വാല്യൂ y is equal to 1. അതായത് y equal to 0 to 1 വേരി ചെയ്യുമ്പോൾ ഈ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് ഇവിടം തുടങ്ങി ഇങ്ങനെ ഈ മൊത്തം റീജിയൻ കവർ ചെയ്യും. സോ ബോത്ത് ആർ ദ സെയിം. ഇങ്ങനെ രണ്ട് തരത്തിലും ഇന്റഗ്രേറ്റ് ചെയ്യാം. പിന്നെ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് എഴുതുവാണവര് നമ്മൾ ഈ ഡി എക്സ് ഡി വൈൻ്റെ ഓർഡറും കൂടെ ചിലപ്പം പറയാറുണ്ട്. ഞാനിവിടെ x equal to 0 y equal to 0 എന്നൊക്കെ സ്പെസിഫൈ ചെയ്തത് അതുകൊണ്ടാണ്. യൂഷ്വലി നമ്മൾ എഴുതുമ്പോൾ ഉള്ളിലുള്ള വേരിയബിൾ ഏത് y വെച്ചിട്ടാണ് നമ്മൾ ഉള്ളിൽ എഴുതിയിരിക്കണമെങ്കിൽ ആദ്യം അത് എഴുതും, അങ്ങനെ എഴുതാറുണ്ട് dy. അപ്പോൾ ഇത് y എന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ എഴുതിയില്ലെങ്കിലും ദാറ്റ് മീൻസ് ഇൻസൈഡ് വന്നിരിക്കുന്ന വേരിയബിൾ ആണ് ഈ ലിമിറ്റ്സ് എന്നാണ് അർത്ഥം. പുറത്ത് വന്നിരിക്കുന്ന വേരിയബിൾ പുറത്തത്തെ ലിമിറ്റ്. ഓക്കെ, അങ്ങനെ എഴുതാറുണ്ട്. ഞാൻ അത് സ്പെസിഫൈ ചെയ്ത് എഴുതിയത് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. y വേരീസ് ഫ്രം 0 to x square x വേരീസ് ഫ്രം 0 to 1 അങ്ങനെ എഴുതാറില്ല യൂഷ്വലി. ആ ഉള്ളിലത്തെ വേരിയബിൾ ആണ് അവിടെ dy എന്ന് എഴുതുക. അപ്പോൾ ഇവിടെ ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇങ്ങനെയാണ് ഒരു സാധനം ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ഇന്റഗ്രേറ്റ് റെക്റ്റാങ്കിൾ അല്ലല്ലോ നമ്മളിപ്പോൾ
സർക്കിളിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു കാര്യം ഇങ്ങനെയാണ് യൂഷ്വലി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റെക്റ്റാങ്കിളിലാണ് നമ്മളിപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു 0 0 തുടങ്ങി ഇത് സപ്പോസ് 2 0 ആണെന്ന് വിചാരിക്കൂ, ഇത് 0 1, ഇത് 2 1. ഈ ഒരു റെക്റ്റാങ്കിളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഈ റെക്റ്റാങ്കിളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊന്നെങ്കിലും വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കാം. വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കുവാണെങ്കിൽ ഫോർ ദിസ് വെർട്ടിക്കൽ സ്ട്രിപ്പ് എക്സ് ഇസ് ഫിക്സ്ഡ് ബട്ട് വൈ വേരീസ് ഫ്രം 0 to ദിസ് പോയിന്റ്. ഇവിടുത്തെ വൈയുടെ വാല്യൂ 1 ആണ്. ഓക്കെ, വൈ വേരീസ് ഫ്രം 0 to 1. ദെൻ എക്സ് വേരി ചെയ്യുക, എക്സ് വേരീസ് ഫ്രം 0 to ദിസ് പോയിന്റ് 2. സോ എക്സ് വേരീസ് ഫ്രം 0 to 2, വൈ വേരീസ് ഫ്രം 0 to 1 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദിസ് rectangle. This is same as y varies from 0 to 1 അല്ലേ. വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഹൊറിസോണ്ടൽ സ്ട്രിപ്പാണ് എടുക്കണമെങ്കിൽ ആദ്യം ഹൊറിസോണ്ടൽ സ്ട്രിപ്പിൽ എന്താണ്, y is fixed, then x varies from 0 to 2 എന്ന് വരും, y varies from 0 to 1 എന്ന് വരും. ഓക്കെ, ഇത് റെക്റ്റാങ്കിൾ ആണ് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റീജിയൻ. അതേസമയം കർവ് ഷേപ്പ് റീജിയൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഇത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ചില കേസസിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടത്തെ കേസിൽ സർക്കിളിലാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സർക്കിളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ഈ ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള ഈ ഒരു ഇൻ്റഗ്രേഷൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ നിങ്ങളുടെ യൂണിറ്റ് സർക്കിളാണ് നമ്മുടെ റീജിയൻ സർക്കിൾ സി എന്ന് പറഞ്ഞത് യൂണിറ്റ് സർക്കിൾ എന്നാണ് പറഞ്ഞത് അല്ലെ. ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ വർ ടി വേരീസ് ഫ്രം 0 to 2 pi എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ യൂണിറ്റ് സർക്കിൾ സെൻറ്റേർഡ് അറ്റ് ഒറിജിൻ, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന സർക്കിളാണ് നമ്മുടെ സി. സോ യുവർ റീജിയൻ ഇൻ ദ ഗ്രീൻസ് തിയറം R is the region bounded by the curve C. So inside of the circle ആണ് നമ്മുടെ ഗ്രീൻസ് തിയറത്തിലെ റീജിയൻ R. ഓക്കെ, അപ്പോൾ ഈ റീജിയൻ ആറിലാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഈ റീജിയൻ ആറിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വെർട്ടിക്കൽ സ്ട്രിപ്പോ ഹൊറിസോണ്ടൽ സ്ട്രിപ്പോ ഒക്കെ എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ വെർട്ടിക്കൽ സ്ട്രിപ്പിൽ എക്സ് ഇസ് ഫിക്സ്ഡ്, വൈ വേരീസ്, വൈയുടെ വാല്യൂ ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടുത്തെ വൈ എന്താ വരിക, നെഗറ്റീവ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ വരും. ഇവിടുത്തെ വാല്യൂ എന്താ പറയുക, പോസിറ്റീവ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ വരും. അപ്പോൾ പിന്നെ എക്സ് വേരി ചെയ്യണം ഇവിടെ തുടങ്ങി ഇവിടെ വരെ ഈ പോയിന്റ് തുടങ്ങി, ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ -1 0 ആണ്, -1 തുടങ്ങി ഈ പോയിന്റ് 1 വരെ, അതായത് എക്സ് വേരീസ് ഫ്രം -1 to 1. ആദ്യം നമ്മൾ വൈ ആണ് വേരി ചെയ്തത്, വൈ വേരീസ് ഫ്രം നെഗറ്റീവ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ടു പോസിറ്റീവ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. എന്താണ് ഫംഗ്ഷൻ, അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ലിമിറ്റ്സ് കൊടുക്കുമ്പോൾ ഈ ഇവാലുവേറ്റ് ചെയ്യണ ഇൻ്റഗ്രലിൻ്റെ വാല്യൂവിന് അതിൻ്റെ അകത്ത് കുറച്ച് റൂട്ടൊക്കെ വരും, റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ടേംസ് ഒക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയറിനെയൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. കുറച്ച് ബുദ്ധിമുട്ടല്ലേ. റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രലൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഒക്കെ ഇൻ്റഗ്രൽ ഓർമ്മയുണ്ടോ? അപ്പം ഞാനൊരു എളുപ്പ വഴി പറയട്ടെ ഇത് ചെയ്യാൻ. ഇപ്പം സർക്കിളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വന്നാൽ ഈ ഒരു വഴിക്ക് പോകുന്നത് ബുദ്ധിമുട്ടാണ്. റെക്റ്റാങ്കിളോ ട്രയാങ്കിളോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലത്തെ വൈസിക്കിൾ എക്സ് സ്ക്വയർ എന്നൊക്കെ പറഞ്ഞിട്ട് എളുപ്പമുള്ള കേർവ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു സ്ട്രിപ്പ് വെച്ചിട്ടുള്ള ഇൻ്റഗ്രേഷനിൽ പോവാം. അതേസമയം സർക്കിളൊക്കെ വരുമ്പോൾ, സർക്കുലർ റീജിയൻസ് ആർക്കൊക്കെ വരുമ്പോൾ സർക്കുലർ റീജിയൻസിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് എളുപ്പം പോളാർ കോർഡിനേറ്റ്സ് ആണ്. അതെന്താ വെച്ചാൽ പോളാർ കോർഡിനേറ്റ്സ് ഡിഫൈൻ ചെയ്യുന്ന രീതി തന്നെ അങ്ങനെ ആയതുകൊണ്ടാണ്. പോളാർ കോർഡിനേറ്റ് എന്ന് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, നമ്മളറിയാം. പോളാർ കോർഡിനേറ്റ്സ് ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആർ തീറ്റ എന്ന് പറഞ്ഞാൽ, ഈ ആർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ആൻഡ് തീറ്റ ഇസ് ദി ആംഗിൾ ഫ്രം ദി ഇനീഷ്യൽ റേ ടു ദി റേ ഒ പി എന്ന് പറയാം.
അപ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ ആറിന് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ആറിന് തീറ്റ 0 to 2π വേരി ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങൾക്ക് 6 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ കിട്ടും. അപ്പോൾ സർക്കിൾസ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ ആർക്സ് വെച്ചിട്ടാണ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ വരുന്നത് അല്ലെ. റീജിയൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ എളുപ്പം, സർക്കുലർ റീജിയൻസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ എളുപ്പം പോളാർ കോർഡിനേറ്റ്സ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ സർക്കിളിൽ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വന്നതാണ്. ഇപ്പോൾ ആദ്യത്തെ പ്രോബ്ലം തന്നെ നമുക്ക് സർക്കിൾ വന്നുകൊണ്ടിട്ടാണ് പോളാർ കോർഡിനേറ്റ്സിലേക്ക് ആക്കിയിട്ട് ചെയ്യുന്നതാണ് എളുപ്പം. പോളാർ കോർഡിനേറ്റ്സിലേക്ക് ആക്കി ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. വേറൊന്നുമില്ല, ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊടുത്താൽ മതി. നിങ്ങൾ എന്ത് ചെയ്യുക, എക്സിന് ആർ കോസ് തീറ്റ എന്ന് കൊടുക്കുക, എക്സിന് ആർ കോസ് തീറ്റ എന്ന് കൊടുക്കുക, വൈക്ക് ആർ സൈൻ തീറ്റ എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ആറിന്റെയും തീറ്റയുടെയും വേരിയേഷൻ എക്സിന്റെയും വൈയുടെയും വേരിയേഷൻ ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. പിന്നെ ഡി എക്സ് ഡി വൈ എന്നുള്ളത് മാറി നമ്മുടെ ജക്കോബിയൻ എന്ത് വരും നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതായത് എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആർ, എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ, വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആർ, വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ. ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് ആർ കിട്ടും. ആർ ഡി തീറ്റ എന്ന് പറഞ്ഞിട്ട് മാറ്റണം. എന്താ ചെയ്യേണ്ടത്, എക്സിന് ആർ കോസ് തീറ്റ എന്നും വൈക്ക് ആർ സൈൻ തീറ്റ എന്നും ഡി എക്സ് ഡി വൈക്ക് ആർ ഡി തീറ്റ എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങളുടെ ഇന്റഗ്രല് പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ആവും. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് സർക്കിളിൽ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് എളുപ്പം. അപ്പൊ നമ്മളിപ്പോ റൈറ്റ് ഹാൻഡ് സൈഡ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈ രണ്ട് ഇന്റഗ്രലാണ് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്. ഡോ എം ബൈ ഡോ എക്സ് പ്ലസ് ഡോ എൻ ബൈ ഡോ വൈയും ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എം ബൈ ഡോ വൈ ഒക്കെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ എമ്മും എന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ, എം എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ, വൈ എന്ന് പറഞ്ഞാൽ എക്സ്. അപ്പൊ നമുക്കൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ എന്താണ് നമുക്ക് ചെയ്യാൻ പോണേ, നൗ വി ആർ ഗോയിങ് ടു ഇവാലുവേറ്റ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഡബിൾ ഇന്റഗ്രൽ. ഓക്കെ, ഡബിൾ ഇന്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ലൈൻ ഇന്റഗ്രൽസ് നമ്മൾ ഓൾറെഡി ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞു. So to integrate double integral over R, what is R here? R is the region inside the circle. Okay, region bounded by the circle. Inside the circle, C, what is C? R of t is equal to cos t I plus sin t j, where t varies from 0 to 2π. ഇത് ഏതാ curve? ഇത് കർവ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലേക്ക് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് പാരാമെട്രിക് ഇക്വേഷൻ എഴുതാം. എക്സ് ഇസ് ഈക്വൽ ടു കോസ് ടി, വൈ ഇസ് ഈക്വൽ ടു സൈൻ ടി, വേർ ടി വേരീസ് ഫ്രം 0 to 2π എന്ന് പറഞ്ഞാൽ ആക്ച്വലി പാരാമീറ്റർ എലിമിനേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. ദിസ് ഇസ് ദി സർക്കിൾ. സോ യുവർ റീജിയൻ ഈസ് ഇൻസൈഡ് ദി സർക്കിൾ. ഇൻസൈഡ് ദിസ് യൂണിറ്റ് സർക്കിൾ ആണ് ഉള്ള റീജിയൻ ആണ് നിങ്ങളുടെ റീജിയൻ ആർ. ഓക്കെ, ഈ ഇതിപ്പോൾ യൂണിറ്റ് സർക്കിൾ ആണെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗമാണ് നമ്മുടെ റീജിയൻ ആർ. ദിസ് ഇസ് അവർ ആർ. ദിസ് ഇസ് അവർ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. ദിസ് ഇസ് അവർ കർവ് സി. ദിസ് ഇസ് അവർ റീജിയൻ ആർ. ഓക്കെ, ഈ ആറിലാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. എന്തിനൊക്കെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്? ആദ്യത്തെ ഒരു ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനുള്ളത് ഡോ എം ബൈ ഡോ എക്സ് അല്ലെ, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് എം എന്താന്ന് എഴുതാം. എം ഇസ് എക്സ് മൈനസ് വൈ ആൻഡ് വാട്ട് ഇസ് എൻ? എൻ ഇസ് എക്സ്. അപ്പൊ ആദ്യത്തെ ഇന്റഗ്രൽ നോക്കാം നമുക്ക്. ആദ്യത്തെ ഇന്റഗ്രൽ ഏതെങ്കിലും ഡോ എം ബൈ ഡോ എക്സ് പ്ലസ് ഡോ എം ബൈ ഡോ വൈ അല്ലെ. സോ യു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ഡോ എം ബൈ ഡോ എക്സ്. രണ്ടും കണ്ടുപിടിക്കാനുണ്ട്. ഡോ എം ബൈ ഡോ എക്സും കണ്ടുപിടിക്കാനുണ്ട്, ഡോ എം ബൈ ഡോ വൈയും കണ്ടുപിടിക്കാനുണ്ട്, ഡോ എൻ ബൈ ഡോ എക്സും കണ്ടുപിടിക്കാനുണ്ട്, ഡോ എൻ ബൈ ഡോ വൈയും കണ്ടുപിടിക്കാനുണ്ട്. അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സോ ഫസ്റ്റ് യു ഫൈൻഡ് വാട്ട് ഇസ് ഡോ എം ബൈ ഡോ എക്സ്. ഇറ്റ് ഇസ് 1. എഴുതണമെന്നില്ല അല്ലേ, ജസ്റ്റ് ഫസ്റ്റ് വി റൈറ്റ് ദ ഇന്റഗ്രൽ. എന്താ വേണ്ടേ? ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ, ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ എം ബൈ ഡോ എക്സ് പ്ലസ് ഡോ എൻ ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈ. ഇതാണ് ഒരു ഡബിൾ ഇന്റഗ്രൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്. അത് എന്താണ് ഡോ എം ബൈ ഡോ എക്സ്? partial derivative with respect to x എടുക്കുമ്പോൾ you will get 1 minus 0, 1 plus dou n by dou y. n is x, so partial derivative with respect to y is 0. Okay, dx dy. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യണ്ട, ഭാഗ്യം. എന്താ കാര്യം? ഇന്റഗ്രന്റ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സാധനം എന്താണ്?
double integral over r dx dy. If the function is f is constant function 1, this is nothing but the area of the region r. Okay, so this is nothing but the area of the region r. So you need not area of the region r, area of r. So you need not have to integrate this evaluate the double integral. Area of r and what is r here? R is the unit circle. Inside of r is the inside of the unit circle. X square plus y square equal to 1. So what is area of a circle? Area of a circle is pi r square. Where what is radius r? R is equal to 1 here. Unit circle r is 1. So pi r square means pi into 1 square, you will get pi. So this is ഒരു integral കിട്ടി. ഓക്കെ, നമ്മൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ലൈൻ ഇന്റഗ്രൽ കണ്ടോ. ലൈൻ ഇന്റഗ്രൽ നമ്മൾ കണ്ടുപിടിച്ച ഡോ എം ബൈ ഡോ വൈ മൈനസ് ഇന്റഗ്രൽ ഓവർ സി എം ഡി വൈ മൈനസ് എൻ ഡി എക്സ്. ഇതാ ഇവിടെ ഇക്വേഷൻ നമ്പർ 2 പൈ ആണ് കിട്ടിയത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇന്റഗ്രൽ. റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ഡൈവേർജൻസിനെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോഴും പൈ തന്നെ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഒരു ഇന്റഗ്രലും കൂടി വാല്യൂറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം തീർന്നു. That is double integral over r. ഏതാണ് ഇനി അടുത്തത്? ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എം ബൈ ഡോ വൈ. ഓക്കെ, എന്താണ്? ഡോ എൻ ആണ് ആദ്യം അല്ലെ. ഡോ എക്സ് മൈനസ് ഡോ എം ബൈ. ഇതാണ് നമ്മുടെ സർക്കുലേഷൻ ഡെൻസിറ്റി കെ കമ്പോണന്റ് ഓഫ് കേൾ എഫ് വരുന്നത്. ഡി എക്സ് ഡി വൈ. ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരുമോ നോക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചെയ്യേണ്ടി വരില്ലായിരിക്കും നോക്കാം. ഡോ എൻ ബൈ ഡോ എക്സ് എന്താണ്? എൻ ഇസ് എക്സ്. എക്സിന്റെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇസ് 1. എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 1 മൈനസ് ഡോ എം ബൈ ഡോ വൈ. ഡോ എം ബൈ ഡോ വൈ എം ഇസ് എക്സ് മൈനസ് വൈ. ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ഇസ് 0 മൈനസ് 1. 0 minus 1. So you will get 1 plus 1. So this is double integral over r 1 plus 1. അതും ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വന്നില്ല അല്ലെ. ഞാൻ സ്ട്രിപ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സർക്കിൾ ആയതുകൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോളാറിലേക്ക് ആക്കി ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ഈ പ്രോബ്ലത്തിൽ ഏതായാലും നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വന്നില്ല, കാരണം ഇന്റഗ്രന്റ് കോൺസ്റ്റന്റ് ആണ്. When the integrand is constant, you need not have to integrate the evaluate the integral. You can take this constant outside, and double integral over r dx dy is nothing but the area of r. Here r is the inside of the circle. X square plus y square equal to 1. So the area is pi r square. Here the radius r is 1. Radius r is 1 here. So you will get 2 pi into 1 square. You will get 2 pi. This is the fourth equation. So now you consider this equations number 1, 2, 3 and 4. Then you can see that the left hand side integral over c m dx plus n dy is same as, that is 2 pi, that is same as dou n by dou x അല്ലേ. നമുക്ക് രണ്ട് ഈക്വൽ ആണെന്ന് കാണാം. Integral over c m dx plus n dy. Okay, this is 2 pi. Equation number 1 and equation number 4 implies integral over c m dx plus n dy is equal to 2 pi, which is same as the double integral double integral dou n by dou x minus dou n by dou y dx dy. So these are equal. ഒരു ഫോം ഒരു എന്ത് ഫോമാണ്? Circulation curl form of Green's theorem is verified. So you can write circulation curl form of Green's theorem is verified. Curl form or tangential form of Green's theorem is verified. And second and
third equations implies the second equation gives the value of the line integral over C m dy minus n dx, which is the flux, that is equal to pi എന്നാണ് നമുക്ക് വാല്യൂ കിട്ടിയത്. That is equal to pi. And from the third equation, this is same as the double integral in the third equation, which is pi dou m by dou x minus, dou m by dou x minus plus dou n by dou y dx dy. That is also equal to pi. So you get this is equal to pi is equal to this double integral. Thus the other form, which form flux divergence form of Green's theorem, is also verified, or it is known as the normal form of Green's theorem. This is theorem is also verified, hence the result. മനസ്സിലായെന്ന് വിചാരിക്കണോ? Is it clear? Clear.